ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര. പല്ലിന് കമ്പിയിട്ട ശേഷം നിങ്ങളുടെ മോണയും ഇതുപോലെ ആയിട്ടുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ മോണ ചെറുതായി വീർത്തിരിക്കുക, അതല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് തൊടുമ്പോഴേക്കും തന്നെ അവിടെ നിന്ന് ചോര വരിക, ഇതെല്ലാം തന്നെ ബ്രേസസ് ജിഞ്ചിവൈറ്റിസിന്റെ സിംറ്റംസ് ആണ്. ഇത് നമുക്ക് നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി കൂട്ടുകാരെല്ലാവരും നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്നേക്കാളും 10 ഇരട്ടി ശ്രദ്ധ കൊടുത്ത് തന്നെ കമ്പിയിടുന്ന ടൈമിൽ ബ്രഷ് ചെയ്യേണ്ടതാണ്. മുത്തിന്റെ മേൽഭാഗവും താഴ്ഭാഗവും മുത്തിന്റെ മേലെയും എല്ലാം തന്നെ കൃത്യമായി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കുക. പല്ലിന്റെ ഇടഭാഗങ്ങൾ വൃത്തിയാക്കാനായി ഫ്ലോസ് ചെയ്യുക, മൗത്ത് വാഷസ് യൂസ് ചെയ്യുക. മൗത്ത് വാഷ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് കവിൾക്കൊള്ളുന്നതും നല്ലതാണ്. നമ്മൾ കമ്പി ഊരുന്ന സമയത്ത് നല്ല രീതിയിൽ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറിയ തോതിലെല്ലാം മാറുന്നതാണെങ്കിലും, ഇനി അഥവാ നിങ്ങൾക്കിത് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഈ ജിഞ്ചൈവയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതായി വരുന്നു. ലേസർ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ആ മോണയുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൂട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.